വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ജയമ്മ. ജയമ്മ എവിടുന്നാണ് വിളിക്കുന്നത്? ഒറ്റപ്പാലത്തുനിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഞാൻ ചോദിക്കുന്നതിന് മാത്രം പറഞ്ഞാൽ മതി, അധികം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോവും. ഒറ്റപ്പാലം ജയമ്മയാണ് വിളിക്കുന്നത്. ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാ? മകന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട്. പേരെന്തായിരുന്നു പറഞ്ഞത്? നാരായണൻ. നാരായണകുമാർ കെ എൻ. ഓക്കെ, നാരായണകുമാർ. അപ്പോൾ നാരായണകുമാർ കെ എൻ അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. നാരായണകുമാർ കെ എൻ മാത്രമേ ഉള്ളൂ, കെ എൻ ഇല്ല, കെ എൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നാരായണകുമാർ കെ. ഓക്കെ, ഫൈൻ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയൂ. 4/5/1985. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 5. പൊതുവേ 4ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരൽ ബുദ്ധിപരമായിട്ടൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതാണ് ആദ്യം തന്നെ പറയേണ്ടത്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പേരാണ് നാരായണകുമാർ കെ എന്നുള്ളത്. ഓക്കെ, ഒരു ആവറേജാണ്. അപ്പോൾ അതിന് വലിയ ഗുണങ്ങളൊന്നും പേരിന് പറയാനില്ല, എങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾക്ക് എന്താ പറയുക, ഡേ ബൈ ഡേ ആയിട്ട് പോവാം. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. എന്താണ് അറിയേണ്ടത് നമുക്ക്? കല്യാണം ശരിയായിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഈ കെ എന്നുള്ളതിൻ്റെ ഒരു മിനിറ്റ്. ഈ പേരെന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ഈ നാരായണൻ കെ എന്ന് ആക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേരായി. നാരായണൻ കെ. അപ്പോൾ അത് കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ഇത്രയും നാരായണകുമാർ കെ എന്ന് വെച്ചിരിക്കുന്നതിൻ്റെ എനർജി പ്രകാരം ഇത്രയും നാൾ എന്താണോ അവസ്ഥ അത് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോവുക, അത് തന്നെയാണ് തുടർന്നു കൊണ്ടുപോവുക. മനസ്സിലായോ? അതാണ് ആ നാരായണകുമാർ കെ എന്ന്. അപ്പോൾ നാരായണൻ കെ എന്നാക്കുമ്പോഴേക്കും നല്ല ശക്തമായിട്ടുള്ള ന്യൂമറോളജി പ്രകാരം വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു എനർജി ഇതിൽ കാണാനുണ്ട്. അപ്പോൾ കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരാനും, അപ്പോൾ പേരിനെ എങ്ങനെ എന്താ പറയുക, പേരിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരാനും പിന്നെ ഇപ്പോൾ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലുപരിയായിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിൽ വരികയും ചെയ്യും. നമ്മൾ ഒന്നും മാറ്റിയിട്ടില്ല, അതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ എന്താണോ ഇപ്പോഴുള്ള അവസ്ഥ അത് തന്നെയാണ് തുടരുക. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭാഗ്യത്തിന് നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാരായണൻ കെ എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ബെസ്റ്റായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വിവാഹത്തിന് സാധ്യത കൂടുതലുള്ള ഡേറ്റ് ഞാൻ ഒന്ന് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം. അങ്ങനെ പേരിലൊക്കെ ഒരു മാറ്റം വരുത്തി പോവുകയാണെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല ശ്രമം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഈ വർഷം. അങ്ങനെ മോശം ഒന്നുമില്ല വർഷമല്ല, നല്ല വർഷം തന്നെയാണ്. അപ്പോൾ പേരിലൊരു മാറ്റം വരുത്തുക, എന്നിട്ട് മുന്നോട്ട് പോവുക. റെക്കോർഡിക്കൽ മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഗവൺമെൻറ് ജോബ് വല്ലതും ആണോ മകനുള്ളത്? ഗവൺമെൻറ് ജോബിലൊന്നും അല്ലല്ലോ. അതെ, ഗവൺമെൻറ് ജോബൊക്കെ ആണെങ്കിൽ ഈ പേര് മാറ്റുന്നതിനെ കൊണ്ട് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് തന്നെ മാറ്റിക്കളയാം. അത് ഒരു എന്താ പറയുക, വലിയ പ്രശ്നമൊന്നുമില്ല, കേസല്ല. ഗസറ്റഡ് വിജ്ഞാപനം ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പേരിനെ അങ്ങ് മാറ്റുക. അപ്പോൾ അതിനെ ആധാർ കാർഡിൽ എല്ലാ സ്ഥലത്തും ആ പേര് തന്നെ അങ്ങോട്ട് ആക്കുക.
നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു അതിൻ്റെ എനർജിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതാണ് ന്യൂമറോളജി പ്രകാരം പറയേണ്ടത്. അപ്പോൾ ആ ഒരു പേരിൻ്റെ മാറ്റം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ കൊണ്ടുതരിക തന്നെ ചെയ്യും. അത് പേര് അങ്ങനെ മാറുമ്പോഴേക്കും ശുക്രൻ്റെ എനർജിയിലേക്ക് പേര് വരും. അപ്പോൾ അത് കൂടുതൽ ഭാഗ്യ ഫലങ്ങളെ കൊണ്ടുതരും. ഓക്കെ. പിന്നെ അതുകൂടാതെ പിന്നെ ഗാർനറ്റ് എന്നൊരു സ്റ്റോൺ ധരിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ല കാര്യം ആയിരിക്കും. അങ്ങനെയൊക്കെ മകൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗാർനറ്റ് എന്നത് അത് ധരിക്കേണ്ടത് ഇടത് കൈയിൽ പിന്നെ നടുവിരലിൽ ധരിക്കേണ്ട സ്റ്റോണാണ്. ശനിയാഴ്ച ദിവസമാണ് ധരിക്കേണ്ടത്. ഓക്കെ. എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗാർനറ്റ് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടോ? എഴുതി വെക്കുന്നുണ്ടോ? ഗാർനറ്റ് എഴുതി വെക്കുന്നുണ്ടോ? അതൊന്നും എടുക്കാണ്ടാണല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ. എന്തായാലും എനിക്ക് പറയാനല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗാർനറ്റ് എന്ന സ്റ്റോണാണ് ധരിക്കേണ്ടത്. ഗാർനറ്റ് അത് ഇടത് കൈയിൽ നടുവിരലിൽ ധരിക്കേണ്ട സ്റ്റോണാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ പ്രേക്ഷകരോട് പറയേണ്ടത്, ഇതുപോലെ നമുക്കിതിൽ കാണുന്ന കാര്യം പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയെടുക്കണം. അല്ലാതെ നമ്മൾ ഭാവിയെ കുറിച്ചിട്ട് ഇങ്ങനെ കേൾക്കാൻ മാത്രം തയ്യാറായിട്ട് കാര്യമില്ല. നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് മാറ്റങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അത് വരിക. അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നത് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ എന്താണോ ഇപ്പോൾ സംഭവിക്കുന്നത് അത് തന്നെയാണ് പിന്നീടും സംഭവിക്കുള്ളൂ. അതായത് ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നവരാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് വരുന്നു. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ടിന് നോക്കിയിട്ട് നമ്മൾ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ് മാറ്റേണ്ടത്. അപ്പോൾ കർമ്മം കൊണ്ട് മാത്രമേ കർമ്മഫലത്തിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് കർമ്മം ചെയ്യേണ്ടത് എന്ന ചോദ്യമായിരിക്കണം എന്നോട് വന്ന് ചോദിക്കേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് കർമ്മഫലത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാതെ കർമ്മഫലം ഓട്ടോമാറ്റിക്കായിട്ട് ഏതാണ്? ഗാർനറ്റ് സ്റ്റോൺ. അത് എഴുതിയാൽ മതി. ഗാർനറ്റ് സ്റ്റോൺ അത് ജ്വല്ലറീസിലൊക്കെ കിട്ടും ചോദിച്ചിട്ട്. അപ്പോൾ ഒരു 3 ക്യാരറ്റ് മുതൽ 5 ക്യാരറ്റ് വരെ ഉള്ളതിൻ്റെ ഇടയിലുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. ധരിക്കേണ്ട ദിവസം ശനിയാഴ്ച ദിവസമാണ്. സൂര്യോദയത്തിന് മുമ്പേ ധരിക്കേണ്ട സ്റ്റോണാണ്. രാഹുവിൻ്റെ മൂലമന്ത്രമൊക്കെ അറിയെങ്കിൽ അത് ജപിച്ചുകൊണ്ട് ധരിക്കാം. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് നാരായണൻ കെ അമ്മയാണ് വിളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. നമ്മൾക്ക് എന്താണോ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ മാറ്റം വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുള്ളൂ. അല്ലാതെ കാറ്റടിക്കുമ്പോഴേക്കും അത് കാറ്റ് വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് അത് നമുക്ക് അനുകൂലമാക്കിയിട്ട് അതിനെ വെക്കുക, അല്ലേ? പായക്കപ്പലാണെങ്കിലും കാറ്റിന് അനുകൂലമായിട്ട് ഇത് തിരിക്കാൻ വേണ്ടി പറ്റണം നമുക്ക് കാര്യങ്ങളെ. അപ്പോഴാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ കാറ്റടിക്കുന്നിടത്തേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്കൊരു ജീവിത ലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് മാസ്റ്റർ നമ്പറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് ഇല്ലാത്ത കോളായിപ്പോയി. അതിനെക്കുറിച്ചിട്ട് വീണ്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയായി. എന്നിരുന്നാലും ഞാൻ അവസാനം പറഞ്ഞു വന്നത് 33 എന്ന ഒരു നമ്പറിനെ കുറിച്ചിട്ടാണ്. 33 അതാണ് ഇനി പറയേണ്ടിയിരുന്നത്. അതായത് 33 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ, യഥാർത്ഥ മാസ്റ്റർ നമ്പറിൽ തന്നെ മാസ്റ്ററാണ്. ഗുരു എന്ന ഒരു എനർജിയാണ്. ആൾക്കാർക്ക് അറിവ് പകർന്നു നൽകേണ്ട ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ആണ് അവരുടെ 33. ഇപ്പോൾ 33 സാധാരണ എങ്ങനെയാണ് വരിക വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അല്ലേ നമ്മളെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 31 വരെ ഉള്ളൂ അല്ലേ മാക്സിമം. അപ്പോൾ 33 എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഡേറ്റ് ഫുള്ളായി കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ഇപ്പം 10/12 അല്ലെങ്കിൽ 10/9 1985 ഒക്കെ അങ്ങനെ വരുമ്പോൾ അത് കൂട്ടിയിട്ട് ഒരു 33 കിട്ടുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, ഒരു 33 കിട്ടുന്നതെങ്കിൽ അത് അങ്ങനെയാണ് അത് മാസ്റ്റർ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്പർ ഒരു ഗുരു എന്ന നിലയിൽ അവർക്ക് ഫേമസ് അല്ലെങ്കിൽ അവരറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ആണ് എന്ന് ചുരുക്കം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്ന്? ബാംഗ്ലൂരിൽ നിന്ന്. ഓക്കെ.
മോന്റെ ഒരാടെ കാര്യം ചോദിക്കാൻ പറ്റത്തുള്ളായിരിക്കും. ഓക്കെ, നിങ്ങൾ സ്പീക്കർ ഒന്ന് ഓഫ് ആക്കിയിട്ട് സംസാരിക്കാമോ? സൗണ്ട് കുറവാണ്. ഇല്ല, ടി വി ഇല്ല. ആ അതെ, മൊബൈലിലെ സൗണ്ട്. ഓക്കെ, ശരി. മൊബൈലിന്റെ ഇതായിട്ട്. ഓക്കെ, ഒന്ന് ആരുടെ മകന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്? മകൻ രണ്ടുപേരുടെ അറിയാൻ പറ്റും. ഒരാളുടേതാണ് നമുക്ക് പറയാം. അതെ, നമുക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് സംസാരിക്കാമല്ലോ. മദൻ കുമാറിന്റെ 93 ഒക്ടോബർ 24. 93 10th ഒക്ടോബർ 24 2024 അല്ലേ? അല്ല, ഒക്ടോബർ 24 93 1993 ഒക്ടോബർ 24. ഓഹോ, ഇത് ആദ്യം ഡേറ്റ് പറയൂ, പിന്നെ മന്ത് പറയൂ, പിന്നെ വർഷം. മദൻ കുമാർ PM അല്ലേ? MADHAN മദൻ കുമാർ PM അല്ലേ? ഓക്കെ, PM. ഓക്കെ, ഫൈൻ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1993 ഒക്ടോബർ 24. (24 10 1993) അല്ലേ? അതെ 1993. മദൻ കുമാർ PM. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. ഓക്കെ, കേൾക്കാമോ? ഓക്കെ, പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 2. 6ന്റെയും 2ന്റെയും കൂടിച്ചേരൽ പൊതുവെ നല്ലതായിട്ട് തന്നെ കരുതണം. അപ്പോൾ മദൻ കുമാർ PM എന്നുള്ള പേരിൽ MADHAN അല്ലേ? കുമാർ PM. അതെ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴേക്കും നമുക്കതൊരു 2ന്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ്. വലിയ ഗുണങ്ങൾ പറയാൻ അതിനില്ല. മദൻ കുമാറിൻ്റെത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ നോക്കട്ടെ, അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെന്നാണ്. നാട്ടിലെവിടെയാ? ആലപ്പുഴ. ഓക്കെ. അപ്പോൾ മദൻ കുമാറിൻ്റെ പേര് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്കി പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദൻ എന്നില്ലേനി MADAN ഒഴിവാക്കണം. മനസ്സിലായോ? മദൻ കുമാർ PM എന്നാലും മദൻ കുമാർ തന്നെയാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെയാവും. മകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു എനർജി ആണത്. ഓക്കെ, മദൻ MADAN കുമാർ, മദൻ കുമാർ PM. ഓക്കെ കേട്ടോ, ഒഴിവാക്കിയാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. MADAN മദൻ കുമാർ PM. ബാക്കിയെല്ലാം സെയിം തന്നെ, അതിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ തന്നെ ഒരു ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാം. അത് പേരാണെങ്കിൽ പ്രൊനൗൺസിയേഷനിലൊന്നും പിന്നെ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇത് മൂത്തയാളാണോ ഇത്? അപ്പോൾ നമുക്ക് ഓർഡർ ആയിട്ട് തന്നെ ചെയ്യാം. ഈ പ്രാവശ്യം മൂത്തയാളുടെ ചെയ്യാം, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേ നമുക്ക് ഇളയാളും ചെയ്യാം. ഓക്കെ. എന്തായാലും പേരിന്റെ വിസ്മയം ബാംഗ്ലൂരിൽ നിന്ന് കാണാറുണ്ട് അല്ലേ എപ്പോഴും?
വിളിച്ചത് കഴിഞ്ഞ ആഴ്ച വിളിച്ച് കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്യുക, കിട്ടിയത് വളരെ സന്തോഷം. ഇതുവരെ ഒന്നും ഓക്കെ. ഇന്ന് ഭയങ്കര പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അതെ അതെ, ഇന്ന് വളരെയധികം കോള് വളരെ വെയിറ്റിംഗിലായിരുന്നു. മോന് അതെ അതെ, മോന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത് കാരണമാണ് ചോദിക്കാൻ. ഓക്കെ, തീർച്ചയായിട്ടും. ഈ പേരിന്റെ എനർജി 47 നിൽക്കുമ്പോഴേക്കും പിന്നെ 2ന്റെ എനർജിയാണ്. അതെന്താ, ഒന്നല്ല രണ്ട്. നമ്മളെപ്പോഴും ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവും. അതായത് മകൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ പൊതുവെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനനുസരിച്ചിട്ട് ലക്കിയസ്റ്റ് ഭാഗ്യദായകമായിട്ടുള്ള പേരാകുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മാറും. ഓക്കെ, കാര്യങ്ങൾ മാറും. അത് എന്നെ മകനോട് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ആ പേരിൽ അതെ കൂട്ടുകാരെടുക്കും എല്ലാ സ്ഥലത്തു നിന്നും ഈ പേരിൽ ഇങ്ങനെയുള്ളൊരു മാറ്റം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. എച്ച് ഒഴിവാക്കിയാലും പ്രൊനൗൺസിയേഷൻ ശരി അതുപോലെ തന്നെ വരിക. ഓക്കെ, അപ്പോൾ ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതൊരു ശുക്രൻ്റെ എനർജിയിലേക്ക് തന്നെ ആയി. അപ്പോൾ ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. നമുക്ക് ഇളയാളുടേതും നോക്കാം. കാരണം അങ്ങനെ ഒരു വിഷമം വേണ്ട, രണ്ടാമത്തെ ആളുടെ നമ്മൾ നോക്കിയില്ലല്ലോ എന്നുള്ളത്. ഇനി അതല്ല, ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. അപ്പോൾ 6ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരൽ പൊതുവെ നല്ലതാണ്. അപ്പോൾ അതേസമയം ഒരു അൺലക്കി ആയിട്ടുള്ള പേരാണെങ്കിലോ തീർച്ചയായിട്ടും അത് എന്താ പറയുക, അതിൻ്റെ ഒരു ഫലം നൽകില്ല. അതിന് ബ്ലോക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ 11നെ കുറിച്ചിട്ട് പറഞ്ഞു, 22നെ കുറിച്ചിട്ട് പറഞ്ഞു, 33നെ കുറിച്ച് പറഞ്ഞു, ഇനി 44. അപ്പോൾ ഇത് അപൂർവമായിട്ട് ഒരാളുടെ വ്യക്തിത്വത്തിൽ വരാൻ സാധ്യതയുള്ളൂ. കാരണം എല്ലാ നമ്പറും കൂട്ടിയിട്ട് 44 കിട്ടുക വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എങ്കിലും അങ്ങനെ 44 ഒരാളുടെ ജീവിതത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടോട്ടൽ ചെയ്യുമ്പോഴേ 44 കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാസ്റ്റർ ഹീലർ എന്നാണ് പറയുക. അതായത് അവരുടെ അടുത്ത് രോഗശാന്തിക്കുള്ള എല്ലാ എനർജിയും ഉണ്ട് എന്നാണ്. അതായത് ഒരു ഡോക്ടർമാരെ പോലെയോ അല്ലെങ്കിൽ ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് മാത്രമല്ല മനസ്സിനും. അപ്പോൾ അവരുടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും സമാധാനം നൽകാനുള്ള ഒരു മാസ്റ്റർ ഹീലറുടെ എനർജിയാണ്. ഒപ്പം അവർ ഒരു കഠിനാധ്വാനത്തിൻ്റെ എനർജിയാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ ഒരു അതായത് മാസ്റ്റർ ഹീലർ എന്ന് പറഞ്ഞ പോലെ തന്നെ അവരൊരു പക്വത ഉള്ള ഒരു പവർഫുള്ളായിട്ടുള്ള വ്യക്തിത്വവും ആയിരിക്കും. അവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഹീലറാണ്. അതായത് പ്രശ്നങ്ങളുമായിട്ട് ഒരു വ്യക്തി അവരുടെ അടുത്തേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അതിനി പിന്നെ രോഗം ആയിക്കോട്ടെ, മാനസികമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ, ഏതിനായാലും അവരുടെ സൊല്യൂഷൻ ഉണ്ടാകും. അതാണ് ഈ 44 എന്ന മാസ്റ്റർ നമ്പറിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് എല്ലാവരുടെ വളരെ കുറച്ച് ഡേറ്റ് ഓഫ് ബർത്തിൽ മാത്രമേ വരുള്ളൂ. കാരണം എല്ലാ നമ്പറും കൂട്ടിയിട്ട് ഇത്ര വലിയൊരു സംഖ്യ കിട്ടണമെങ്കിൽ അത് വളരെ കുറച്ച് ഡേറ്റ് ഓഫ് ബർത്തിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഈ 2 എപ്പിസോഡ് കൊണ്ട് ഈ മാസ്റ്റർ നമ്പറിനെ കുറിച്ചിട്ട് മുഴുവനായിട്ട് പറഞ്ഞ് തീർത്തു. ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റായിട്ട് വരാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. പിന്നെ ആർക്കെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അത് കൺസൾട്ടേഷൻ വേണ്ടവർ മാത്രമാണ്, അല്ലാണ്ട് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടവരല്ല. അത് 890 482 95 96. ഒന്നുകൂടി പറയാം, 890 482 95 96. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.